അങ്ങനെ ഗായ്സ്, ഞാനും ലബൂബും കൂടെ നമ്മളുടെ ചൈനയിലെ ട്രഡീഷണൽ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ചൈനയിലെ ഹോട്ട് പോട്ട് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. സാധാരണ പുഡിംഗ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് അല്ലേ വരാം. പക്ഷെ ഇവിടെ ഞാനൊരു പുഡിംഗ് ഓർഡർ ചെയ്തിട്ട് അത് ആദ്യം തന്നെ വന്നു. കണ്ടോ ഈ ഒരു പാവം ക്യൂട്ട് പുഡിംഗ്. പിന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് ഞാനൊരു മധുരമുള്ള ബീഫ് ഓർഡർ ചെയ്തു ഗൈസ്. ഇത് സ്റ്റാർട്ടേഴ്സ് ആണോ അതോ ഡെസേർട്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ദാ ഈ കാണുന്നതും വേറെ എന്തോ ഒരു ബീഫിൻ്റെ ഐറ്റമാണ്. ഇതിന് പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് മധുരമൊന്നുമില്ല, അത്യാവശ്യം നല്ല എരിവുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ദാ ഈ കാണുന്നത് ഒരു ഡ്രൈഡ് ബീഫാണ് കേട്ടോ. ഈ ഡ്രൈഡ് ബീഫിനും വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല ഗൈസ്, ഉപ്പില്ല എരിവില്ല ഒന്നുമില്ല. പിന്നെ ഹോട്ട് പോട്ടിൽ കുക്ക് ചെയ്യേണ്ട ഐറ്റംസ് വന്നു. ഈ ഒരു മഷ്റൂം വന്നു, അങ്ങനെ കുറേ ഐറ്റംസ് വന്നു. അതെല്ലാനും കൂടെ നമ്മളിതാ ഈ ഒരു ഹോട്ട് പോട്ടിലിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്തു. ഇപ്പം ഈ കാണുന്നത് ബീഫാണ് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എന്താ ബീഫിൻ്റെ അവസ്ഥ ഇങ്ങനെയായി. അങ്ങനെ എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു ഡെസേർട്ട്, റിയൽ ഡെസേർട്ട് ഓർഡർ ചെയ്തു. അങ്ങനെ എല്ലാവരും കഴിച്ച് ഞാനും ലബൂബും വയറൊക്കെ ഫുള്ളായി ടയേർഡായി ഗൈസ്. പിന്നെ അവിടെ അടുത്ത് തന്നെയുള്ള വേറൊരു സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പോഴുണ്ട് ദാ ഗൈസ് വരുന്നു നമ്മുടെ ഫാൻസ്. ചൈനയിലും നമ്മളുടെ ഫാൻസ് ഒന്നുമല്ല കേട്ടോ. എൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടപ്പോൾ അവർ ചൈനയിലെ ഇൻഫ്ലുവൻസേഴ്സാണ്, അവർക്കൊരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് അവർ പോയി. പിന്നെ ദാ ആ ബിൽഡിങ്ങിലേക്കുള്ള സ്ക്രീനിലേക്കൊന്ന് നോക്കി, നല്ല രസമില്ലേ ആ ഒരു 3D വീഡിയോ കാണാൻ. അങ്ങനെ കുറച്ചു നേരം ആ വീഡിയോസൊക്കെ ഞാനും ലബൂബും കണ്ടു നിന്ന് പിന്നെയും സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ തുടങ്ങി. ഏകദേശം ഇരുട്ടാവാറായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അങ്ങനെ നടക്കുമ്പോണ്ട് ഒരു പ്രത്യേക തരം ക്യാൻഡി ഷോപ്പ് കണ്ടു ഗൈസ്. എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ചു. ഇത് കണ്ടോ ഗൈസ്, ഈ ക്യാൻഡി ബലൂൺ പോലെയാണ്. നമ്മൾ എയർ ഫില്ല് ചെയ്യുന്നതനുസരിച്ച് ഈ ക്യാൻഡി വലുതായിക്കൊണ്ടിരിക്കും. ഫൈനലി എൻ്റെ ക്യാൻഡി റെഡിയായി ഗൈസ്. ഇനി നമ്മളിതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കടിച്ചപ്പോഴേക്കും അത് എല്ലാവരും നിലത്ത് വീണു. ഇത് തന്നെയാണെങ്കിലും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ ആ സ്ട്രീറ്റിൽ കൂടെ കുറേ നേരം നടക്കുമ്പോൾ പലതരത്തിലുള്ള ഫുഡുകൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാനും ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റൂല, പക്ഷേ കഴിക്കാൻ പറ്റാവുന്ന ഫുഡുകളൊക്കെ ഞാൻ ട്രൈ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോണ്ട് ഗൈസ്, നമ്മൾ ചൈനയിലെത്തിയത് നമ്മുടെ ചൈനീസ് പത്രക്കാരറിഞ്ഞു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചൈനീസ് പേപ്പറിൽ വരെ വന്നു. ഈ ചൈനക്കാരുടെ ഒരു കാര്യം പറഞ്ഞാൽ ഒരു ഫ്രീഡവും തരൂല. അതൊന്നുമല്ല ഗൈസ്, ഇവിടെ ഒരു മെഷീൻ ഉണ്ട്. ഈ ഒരു മെഷീൻ്റെ ഫ്രണ്ടിൽ പോയി നമ്മൾ ചുമ്മാ ഒന്ന് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഫോട്ടോ എടുത്ത് ന്യൂസ് പേപ്പറിൻ്റെ ഫ്രണ്ടിൽ അങ്ങോട്ട് വെച്ച് തരും. അത്രയേ ഉള്ളൂ.